സാമ്പത്തിക പ്രതിസന്ധിക്ക് തെളിവായി പുതിയ കണക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിൽ മുൻവർഷത്തേക്കാൾ 10,302 കോടി രൂപയുടെ ഇടിവെന്ന് അക്കൗണ്ടന്റ് ജനറലിന്റെ ഏറ്റവും പുതിയ കണക്ക് പുറത്ത്. ലോട്ടറി, GST, മദ്യം, വിൽപ്പന നികുതി തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചെങ്കിലും കേന്ദ്ര ഗ്രാന്റുകളും സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുറഞ്ഞു. കേന്ദ്ര ഗ്രാന്റിൽ ഒറ്റയടിക്ക് 15,904 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. GST വരുമാനം 2,071 കോടി വർദ്ധിച്ചെങ്കിലും ലക്ഷ്യമിട്ടതിന്റെ 84% മാത്രമാണിത്. ലോട്ടറി അടക്കമുള്ള നികുതിയിതര വരുമാന സ്രോതസ്സുകളിൽ 1,197 കോടിയുടെ വർധനയുണ്ട്. എന്നാൽ ഭൂമിയുടെ ന്യായവിലയിൽ 20% വർധന വരുത്തിയത് കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസിൽ നിന്നുള്ള വരുമാനം 522 കോടി കുറഞ്ഞു. ഓരോ വർഷവും വരുമാനം വർദ്ധിച്ചു വരുന്ന രീതിക്കാണ് ന്യായവില വർധന തടസ്സമായത്. തിരിച്ചടി തിരിച്ചറിഞ്ഞ് ഈ വർഷം ബജറ്റിൽ ന്യായവില വർധന ഒഴിവാക്കിയിരുന്നു. കേന്ദ്രം വൻതോതിൽ കടമെടുപ്പ് വെട്ടിക്കുറച്ചെന്ന് സർക്കാർ പരാതിപ്പെടുമ്പോഴും മുൻവർഷത്തേക്കാൾ 7,389 കോടി രൂപ കൂടുതൽ കഴിഞ്ഞ വർഷം കടമെടുത്തു. 2022-23 27,587 കോടിയും കഴിഞ്ഞ വർഷം 32,976 കോടിയുമാണ് സംസ്ഥാന സർക്കാർ കടമെടുത്തത്. ചെലവ് മുൻവർഷത്തേക്കാൾ 3,103 കോടി രൂപ കുറയ്ക്കാനായി. സർക്കാരിന്റെ വരവും ചെലവും തമ്മിലെ അന്തരം 32,976 കോടിയാണ്. അതേസമയം രാജ്യത്തെ ചരക്ക് സേവന നികുതി വരുമാനം റെക്കോർഡിലെത്തിയെന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ആദ്യ മാസമായ ഏപ്രിലിൽ മൊത്തം ചരക്ക് സേവന നികുതി വരുമാനം ആദ്യമായി 2 ലക്ഷം കോടി കവിഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിലിലെ അപേക്ഷിച്ച് ഇത്തവണ GST 12.4% വർദ്ധിച്ച് 2.1 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഏപ്രിലിനെ അപേക്ഷിച്ച് ഇക്കാലയളവിൽ ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം 8.3% വർദ്ധിച്ചപ്പോൾ ആഭ്യന്തര ഇടപാടുകളിൽ നിന്നുള്ള നികുതി പിരിവിൽ 13.4% വർധനയുണ്ടായി. എന്നാൽ ഇന്റഗ്രേറ്റഡ് GSTയിൽ ലഭിച്ച തുക കഴിഞ്ഞ വർഷം ഏപ്രിൽ 38,593 കോടിയായിരുന്നത് 2% കുറഞ്ഞ് 37,826 കോടി രൂപയായി. 2024 മാർച്ചിൽ ഇറക്കുമതി സെസ്സിൽ നിന്ന് സർക്കാരിന് 1,008 കോടി ലഭിച്ചു. ഇത് കഴിഞ്ഞ വർഷം മാർച്ചിലെ 984 കോടി രൂപയേക്കാൾ 2.4% കൂടുതലാണ്. ഈ വർഷം ഏപ്രിലെ അറ്റ് GST കളക്ഷൻ 17.1% വർദ്ധിച്ച് 1.92 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഏപ്രിലിനെ അപേക്ഷിച്ച് കേന്ദ്ര GST കളക്ഷൻ 27.8% വർദ്ധിച്ച് 94,153 കോടി രൂപയായും സംസ്ഥാന GST കളക്ഷൻ 25.9% വർദ്ധിച്ച് 95,138 കോടി രൂപയായും ഉയർന്നു. ജമ്മുകശ്മീർ, ലക്ഷദ്വീപ്, ആൻഡമാൻ, സിക്കിം, നാഗാലാൻഡ്, മേഘാലയ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെ എല്ലാ സംസ്ഥാനങ്ങളിലെയും GST വരുമാനം ഈ വർഷം ഏപ്രിൽ ഒരു വർഷം മുൻപത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചു. അതേസമയം കേരളത്തിലെ GST വരുമാനത്തിലെ വളർച്ച 9%. എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ തുടങ്ങിയ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചതും സ്കൂൾ കോളേജ് അവധികൾ കാരണം ടൂറിസം വർദ്ധിച്ചതുമാണ് ഏപ്രിൽ GST വരവ് വർദ്ധിക്കാൻ കാരണമായത്.